ഹലോ, വെൽക്കം ബാക്ക് ടു NCCME കിച്ചൺ ആൻഡ് വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല സൂപ്പറായിട്ടൊരു പിസ്സ വീട്ടിലെങ്ങനെ റെഡിയാക്കി എടുക്കാമെന്ന് നോക്കാം. അത് നമുക്ക് നല്ല ഈസി ആയിട്ട് തന്നെ റെഡിയാക്കി എടുക്കാം. ഓവനിലും അതേപോലെ ഓവൻ ഇല്ലാതെയും നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിപ്പോൾ തന്നെ 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് പിന്നെ ചേർത്താലും കുഴപ്പമില്ല. അപ്പോൾ ഇത് മൂന്നും കൂടെ ചേർത്ത് അതിലേക്ക് നമ്മൾ ഇളം ചൂടുള്ള വെള്ളം ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. ഞാനിപ്പോൾ ഇവിടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് എടുത്തത്. സാധാ നമ്മുടെ കുറച്ച് ബോൾ പോലെയുള്ള ഈസ്റ്റ് എടുക്കുകയാണെങ്കിൽ എന്തായാലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആകുമ്പോൾ അപ്പോൾ തന്നെ നമ്മൾ യൂസ് ചെയ്താലും കുഴപ്പമില്ല. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 കപ്പ് മൈദയാണ്. ഇനി അത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കണം. ഒലീവ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത്. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം. നമ്മൾ ചപ്പാത്തി മാവിനൊക്കെ കുഴച്ചെടുക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക. നല്ല പോലെ ഒന്ന് കുഴച്ചെടുത്ത ശേഷം നമ്മൾ ബ്രെഡിനൊക്കെ കുഴച്ചെടുക്കില്ലേ, സ്ട്രെച്ച് ആൻഡ് ഫോൾഡ് മെത്തേഡ്, അതുപോലെ നമ്മൾ സ്ട്രെച്ച് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഒന്ന് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം. എന്നാലാണ് നമ്മളെ പിസ്സ നല്ല ടേസ്റ്റി ആയിട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടുക. ഇത് കണ്ടില്ലേ, ഇപ്പം നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം. ഇനി ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഇത് നമ്മൾ മിനിമം ഒരു 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. 2 to 3 മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി, അതിൽ കൂടുതൽ വയ്ക്കരുത്. ഇപ്പോൾ അത് നല്ല പോലെ പൊങ്ങി വന്നതുണ്ടാവും. ഇനിയിപ്പം നമുക്ക് ഇത് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കണം. അതിൽ എയർ ബബിൾസൊക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്താൽ മതി. അതിനുശേഷം നമുക്ക് ഇതൊരു പിസ്സ ട്രേ ആണ്, ഇല്ലെങ്കിൽ നമുക്ക് പ്ലേറ്റോ എന്താണോ കയ്യിലുള്ളത് കുറച്ച് പരത്തുന്ന ഒരു എന്തെങ്കിലും ട്രേ എടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ നമ്മൾ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ഞാൻ ആദ്യം തന്നെ കുറച്ച് ബട്ടറാണ് തേച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ മാവ് നമുക്ക് ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ പരത്തിയിട്ട് ഇതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ഡയറക്റ്റ് ഇതിലിട്ടിട്ട് ഇങ്ങനെ ഒന്ന് പരത്തിയെടുത്താൽ മതി. ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ എൻ്റേത് കുറച്ച് നല്ല വലുപ്പത്തിലുള്ള പാൻ ആയതുകൊണ്ട് ഈ 2 കപ്പ് മാവും നമുക്ക് ഒരു വലിയ പിസ്സ ഉണ്ടാക്കാം. അല്ലെങ്കിൽ ഒരു നോർമൽ സൈസ്, ഒരു മീഡിയം സൈസ് പിസ്സയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ 2 എണ്ണം ഉണ്ടാക്കാം. നമുക്കിതിൻ്റെ അരികൊക്കെ ഒന്ന് കുറച്ചൊരു തിക്കാക്കി എടുത്താൽ നമ്മൾ ടോപ്പിങ്സൊക്കെ വെക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ആദ്യം തന്നെ നമ്മളിവിടെ പിസ്സ സോസാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിൻ്റെ വീഡിയോ ഞാൻ തൊട്ട് മുന്നത്തെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ച മോസറല്ല ചീസാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഓനിയൻ, ടൊമാറ്റോ, ക്യാപ്സിക്കം, അതുപോലെ ബ്ലാക്ക് ഒലീവ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഏത് ഷേപ്പിൽ വേണേലും കട്ട് ചെയ്തിട്ട് വെക്കാം. പിന്നെ ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെജിറ്റബിൾ പിസ്സയാണെങ്കിൽ ചിക്കൻ ഓപ്ഷണലാണ്. ചിക്കൻ ഞാനിത് ഉപ്പ്, കുരുമുളക് പൊടി, ലെമൺ ജ്യൂസ്, അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടിയും ഒറിഗാനോയും റെഡ് ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തതാണ്. പിന്നെ ഇതെല്ലാം വെച്ച് കൊടുത്ത ശേഷം നമുക്കതിൻ്റെ മുകളിൽ ഗ്രേറ്റ് ചെയ്ത ചീസ് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതിപ്പം നോർമൽ ചീസാണ് യൂസ് ചെയ്തത്, മോസറല്ല ചീസ് തന്നെ യൂസ് ചെയ്താലും മതി. നോർമൽ ചീസ് ഇല്ലെങ്കിൽ ഇടണമെന്നില്ല, പക്ഷെ അത് കൂടെ ചേർക്കുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഞാൻ നേരത്തെ വിട്ടുപോയില്ലേ, ഫോർക്ക് എടുത്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ പപ്പടമൊക്കെ പൊങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യില്ലേ, ടോപ്പിങ്സ് വെക്കുന്നതിൻ്റെ മുന്നേ ചെയ്യേണ്ടതാണ്. അപ്പോൾ മറന്നുപോയി, അപ്പോൾ ഇപ്പോൾ ചെയ്തതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി നമ്മൾ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് ഒരു 200 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 15 മിനിറ്റ് നമ്മളിതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. ഇതിന് മുകളിൽ നമ്മൾ കുറച്ച് ഒറിഗാനോയും അതുപോലെ തന്നെ ചില്ലി ഫ്ലേക്സും ഇട്ട് കൊടുക്കുന്നുണ്ട്.
ഇപ്പോൾ നമ്മുടെ പിസ്സയൊക്കെ ബേക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പിസ്സ റെഡി ആയിട്ടുണ്ട്. ഇനി ഓവൺ ഇല്ലെങ്കിലും ഇതേപോലെ നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്തെടുക്കുന്ന അതേ ഒരു മെത്തേഡിൽ നമുക്ക് സാധാരണ തവയിലൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി ഇതുപോലെ മറ്റൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് ഞാൻ ഇനിയും വരും. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.